എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ ടൈമിൽ നമ്മൾ ഓർഡറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. തിരക്കായിരുന്നുകൊണ്ട് ഓർഡർ വരുന്ന പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന 3 ഓർഡറുകളുടെ ഒരു വീഡിയോ ആണ്. ഏതൊക്കെ ഐറ്റംസ് ആയിരുന്നെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് ഈ ഫോം ഫ്ലവർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലത്തെ പോളൻ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇത് രണ്ടും കസ്റ്റമൈസ്ഡ് ആയിരുന്നു. അതായത് കസ്റ്റമർ പറഞ്ഞ കളേഴ്സാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഈ ഓർഡേഴ്സിലുള്ളതെല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് കിറ്റാണ്. നമ്മുടെ കാറ്റലോഗിൽ നോക്കി കസ്റ്റമർ തന്നെ ഏതൊക്കെ പ്രൊഡക്റ്റ് വേണമെന്ന് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് വരുന്നത് ഇതുപോലൊരു ബീഡ്സാണ് വരുന്നത്. ബീഡ്സ് നമ്മളെപ്പോഴും നമ്മൾ കാണിക്കുന്നതാണല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 10 ഗ്രാം 20 ഗ്രാം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓർഡർ ഉണ്ടായിരുന്നത് 3 ഓർഡർ കൂടെ ഞാൻ ഒരുമിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ലെറ്റർ ബീഡാണ് വരുന്നത്. ലെറ്റർ ബീഡ് നമുക്ക് ഇതുപോലെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരിക്കും. അതിനകത്ത് എല്ലാ ലെറ്റേഴ്സും ഇൻക്ലൂഡ് ആയിരിക്കും. ഒരു ലെറ്റർ ഒരു 3 പീസും 4 പീസ് വീതം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിലുള്ള എല്ലാ ബീഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻഡ് ബീഡ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ടൈപ്പാണ്. ബീഡ്സ് നമ്മൾ മിനിമം 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടായിരിക്കും ഓർഡർ എടുക്കുന്നത്. അതിൽ കുറവായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. അപ്പം 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വരുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതെല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും ഒരു പാക്കറ്റിനകത്ത് വരുന്നത്. അത് ഈ മിക്സഡ് കളേഴ്സായിട്ട് തന്നെയായിരിക്കും വരുന്നത്. അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഡെക്കോ പേജസ് ആണ്. ഡെക്കോ പേജിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും ഡെക്കോ പേജ് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണ് വേണ്ടതെന്ന് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത മാസം വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ലവ് തീമിൽ വരുന്ന കുറേ ഡെക്കോ പേജസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റോസ് ഫ്ലവേഴ്സ് അങ്ങനത്തെ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഇത് നമ്മുടെ ഒരു ന്യൂ സ്റ്റോക്കാണ്. കുറേ എൻക്വയറീസ് വന്നിട്ട് നമ്മളിപ്പം സ്റ്റോക്ക് എടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്, പൈപ്പ് ക്ലീനർ. ഇത് വെച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇത്. നമുക്ക് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മേക്ക് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി വെറൈറ്റി മോഡൽസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എൻക്വയറി വരുന്ന ഒരു ഐറ്റമായിരുന്നു ഇതുപോലത്തെ നമ്മുടെ ബണ്ണ് ചെയ്യുന്ന ബൺ മെറ്റീരിയൽസ്. ഇത്രയും കളേഴ്സാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഒരു പീച്ച്, പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്ന ഒരു പഴുക്കാമഞ്ഞ കളറാണ്, പിന്നെ ഒരു മുന്തിരി കളറ്, റെഡ്, ഒരു ആഷ് കളറ്, സ്കൈ ബ്ലൂ, പിന്നെ ലാസ്റ്റ് വൺ ബ്ലാക്ക് അല്ല. ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് അല്ല. ഇത് ഒരു ചാണകപ്പച്ച കളറാണ് വരുന്നത്. ഇത് നമുക്ക് ഗ്രാൻഡ് ബേസ് ആണ് വരുന്നത്. അപ്പം ഏകദേശം എത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട്, എത്രയാണ് ഇതിൻ്റെ ഗ്രാം വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത്രയുള്ളൊരു പീസ് വരുവാണെങ്കിൽ ഇതിപ്പം 5 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്തുമാത്രം വേണം എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഗ്രാമും കൂടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ റെഡിൻ്റെ ഇത്രയും വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് 8 ഗ്രാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഒരു ഗ്രേ കളർ വരുന്നത്, ഇത് 7 ഗ്രാമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് വെയിറ്റ് വരുന്നത്. ഇത് വെച്ചുള്ള നമുക്ക് മേക്കിംഗ് വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ കളേഴ്സൊക്കെ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഓൾ കേരള നമുക്കിപ്പോൾ കൊറിയറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ഔട്ട് ഓഫ് കേരള ആരെങ്കിലും നമുക്ക് ഓർഡർ തരുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇപ്പോൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് കട്ട് ചെയ്ത് അവരെ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.